മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴിതെളിച്ചിരിക്കുന്നത്. കേവലം രാഷ്ട്രീയമായ ഒരു ഏറ്റുമുട്ടലിനപ്പുറം വ്യക്തിപരമായ വൈകാരികതയും കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകളും കലർന്ന ഒന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. കേരള രാഷ്ട്രീയത്തിലെ അതികായനായിരുന്ന ഉമ്മൻചാണ്ടിയും വാഗ്ദാടി കൊണ്ട് വികസന കാഴ്ചപ്പാടുകൾ കൊണ്ടും ശ്രദ്ധേയനായ കെ.ബി. ഗണേഷ് കുമാറും തമ്മിലുള്ള ബന്ധം എന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്നിട്ടുള്ള ഒന്നാണ്. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ശേഷവും അദ്ദേഹത്തിന്റെ പേര് രാഷ്ട്രീയ ചർച്ചകളിൽ ഉയരുമ്പോൾ ഗണേഷ് കുമാറിന് പറയാനുള്ളത് വലിയൊരു വിഭാഗം ജനങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത ചില വ്യക്തിപരമായ അനുഭവങ്ങളാണ്. തന്റെ കുടുംബം തകരുന്നതിൽ ഉമ്മൻചാണ്ടിക്ക് പങ്കുണ്ടെന്ന ഗുരുതരമായ ആരോപണമാണ് ഗണേഷ് കുമാർ ഉയർത്തിയിരിക്കുന്നത്. ഗണേഷ് കുമാറിന്റെ വാക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്റെ കുടുംബം തകർച്ചയുമായി ബന്ധപ്പെട്ട പരാമർശമാണ്. ഒരു വ്യക്തിയുടെ ഏറ്റവും സ്വകാര്യമായ ഇടമാണ് കുടുംബം. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ എന്ന നിലയിൽ പരിഹാരത്തിനാണ് ശ്രമിക്കേണ്ടത്. എന്നാൽ ഉമ്മൻചാണ്ടി തന്റെ കാര്യത്തിൽ അത് ചെയ്തില്ലെന്ന് ഗണേഷ് കുമാർ വിശ്വസിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് എന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് എന്നെ ഉപദേശിക്കാമായിരുന്നു എന്ന് പറയുമ്പോൾ ഗണേഷ് കുമാർ സൂചിപ്പിക്കുന്നത് തനിക്കുണ്ടായിരുന്ന ആദരവാണ്. എന്നാൽ ആ ആദരവ് നിലനിൽക്കുമ്പോൾ തന്നെ തന്റെ കുടുംബ പ്രശ്നങ്ങളിൽ ഉമ്മൻചാണ്ടി എരുതിയിൽ എണ്ണയൊഴിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇതൊരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലല്ല, മറിച്ച് താൻ വിശ്വസിച്ച ഒരു ജ്യേഷ്ഠ സഹോദരൻ അല്ലെങ്കിൽ പിതൃതുല്യനായ വ്യക്തിയിൽ നിന്നേറ്റ തിരിച്ചടിയായാണ് ഗണേഷ് കുമാർ കാണുന്നത്. വ്യക്തിപരമായ ജീവിതം തകർന്നപ്പോൾ ഉണ്ടായ ആ മുറിവ് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ലെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ഗണേഷ് കുമാർ നീതികേട് കാണിച്ചുവെന്ന ആരോപണം UDF കേന്ദ്രങ്ങൾ കാലാകാലങ്ങളായി ഉയർത്താറുണ്ട്. എന്നാൽ ഇതിന് അദ്ദേഹം നൽകുന്ന മറുപടി വളരെ കൃത്യമാണ്. ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസിനുള്ളിൽ നടന്ന അധികാര കൈമാറ്റങ്ങളെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തലയെയും VD സതീശനെയും പ്രതിപക്ഷ നേതാക്കളാക്കിയ തീരുമാനങ്ങൾ എടുത്തത് താനല്ലല്ലോ എന്നാണ് ഗണേഷ് കുമാറിന്റെ ചോദ്യം. ഉമ്മൻചാണ്ടിയെ രാഷ്ട്രീയമായി തളർത്താൻ ശ്രമിച്ചത് കൂടെ നിന്നവർ തന്നെയാണെന്ന സൂചനയാണ് ഇതിലൂടെ അദ്ദേഹം നൽകുന്നത്. രാഷ്ട്രീയമായി താൻ അദ്ദേഹത്തെ ബഹുമാനിച്ചിട്ടുണ്ടെന്നും എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മുന്നണി മാറേണ്ടി വന്നത് രാഷ്ട്രീയമായ അനിവാര്യതയായിരുന്നുവെന്നും അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയോടുള്ള ഇഷ്ടം ഗണേഷ് കുമാർ മറച്ചുവെക്കുന്നില്ല. മരിക്കും വരെ എനിക്ക് അദ്ദേഹവുമായി വ്യക്തിപരമായ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ രാഷ്ട്രീയമായ വിയോജിപ്പുകൾക്കിടയിലും ആ വ്യക്തിബന്ധം നിലനിന്നിരുന്നുവെന്ന് മനസ്സിലാക്കാം. എന്നാൽ വ്യക്തിപരമായ കാര്യങ്ങൾ വരുമ്പോൾ ഒരു രാഷ്ട്രീയ നേതാവ് പുലർത്തേണ്ട നിഷ്പക്ഷത ഉമ്മൻചാണ്ടിയിൽ നിന്ന് കൈവിട്ടുപോയി എന്ന വിമർശനമാണ് ഗണേഷിനുള്ളത്. തന്റെ രാഷ്ട്രീയ വളർച്ചയിലും തളർച്ചയിലും ഉമ്മൻചാണ്ടി നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സോളാർ വിവാദവും ഗണേഷ് കുമാറിന്റെ മന്ത്രിസ്ഥാനം രാജിവെക്കലുമെല്ലാം കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ നാടകങ്ങളായിരുന്നു. ആ സമയത്തെല്ലാം അണിയറയിൽ നടന്ന കാര്യങ്ങൾ പൂർണ്ണമായും പുറത്തു വന്നിട്ടില്ലെങ്കിലും ഗണേഷ് കുമാറിന്റെ ഇപ്പോഴത്തെ പ്രതികരണം പഴയ പല മുറിവുകളും വീണ്ടും തുറക്കുന്നതാണ്. തിരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ ഇത്തരം ആരോപണങ്ങൾ ഉയരുന്നത് സ്വാഭാവികമാണ്. എന്നാൽ വൈകാരികമായ തലത്തിൽ ഇതിനെ സമീപിക്കാനാണ് ഗണേഷ് കുമാർ ശ്രമിക്കുന്നത്. ജനങ്ങളുടെ ഇടയിൽ ഉമ്മൻചാണ്ടിക്കുള്ള സ്വീകാര്യത വോട്ടാക്കി മാറ്റാൻ UDF ശ്രമിക്കുമ്പോൾ തന്റെ ഭാഗത്തെ സത്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഗണേഷ് കുമാർ ശ്രമിക്കുന്നത്. ഗണേഷ് കുമാറിന്റെ വാക്കുകൾ കേവലം ഒരു രാഷ്ട്രീയ പ്രസ്താവനയല്ല, മറിച്ച് വർഷങ്ങളോളം ഉള്ളിലൊതുക്കിയ വേദനയുടെ പുറത്തുചാടലാണ്. ഉമ്മൻചാണ്ടി എന്ന ജനപ്രിയ നേതാവിനെ ബഹുമാനിക്കുമ്പോൾ തന്നെ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങൾക്ക് അദ്ദേഹം കാരണക്കാരനായി എന്ന സത്യം വിളിച്ചു പറയാൻ ഗണേഷ് കുമാർ മടിക്കുന്നില്ല. രാഷ്ട്രീയത്തിലെ ധാർമ്മികതയെയും വ്യക്തിബന്ധങ്ങളിലെ വിശ്വാസ്യതയെയും കുറിച്ചുള്ള വലിയൊരു ചർച്ചയ്ക്കാണ് ഈ വാക്കുകൾ തുടക്കമിട്ടിരിക്കുന്നത്.